കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതികളുടെ എണ്ണം 3ആയി. റിബേഷ് രാമകൃഷ്ണൻ മുൻകൂറായിട്ട് ജാമ്യം നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ പ്രതി ചേർക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 3 പേരിൽ അവസാനിക്കുമോ അതോ ഇനിയും കാണുമോ ഇതിൽ പ്രതികൾ? തീർച്ചയായും ഇതിൻ്റെ ലിസ്റ്റുകൾ നീളാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ഉം DYFIയും വളരെ കുറച്ച് ആശ്വാസത്തിലായിരുന്നു. കാരണം ഈ റിബേഷ് രാമകൃഷ്ണൻ ഈ കോഴിക്കോട് കോടതിയിൽ കൊടുത്തിരുന്ന മുൻകൂർ ജാമ്യ ഹർജി അത് ഈ ഒരു അപ്പീൽ അനുവദിക്കുകയായിരുന്നു. ഇനി റിബേഷ് രാമകൃഷ്ണന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി വിധി വന്നതിനെ തുടർന്ന് വല്ലാതെ ഒരു ആഹ്ലാദത്തിലായിരുന്നു പാർട്ടി സഖാക്കളെല്ലാം. പക്ഷേ പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് വന്നത്. അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഈ ഒരു കേസിൽ ഈ റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പരിധിയിൽ ഈ ഒരു സർക്കിളിൽ റിബേഷ് രാമകൃഷ്ണനുണ്ട്. അത് റിബേഷ് രാമകൃഷ്ണൻ അറിയാം. അതുകൊണ്ട് തന്നെ റിബേഷ് ഈ ഒരു കേസിൽ ഉടനെ ഒരു അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ളൊരു രീതിയിൽ ഒരു മുഴ നീട്ടി എറിഞ്ഞതാണ് നമ്മുടെ ഈ മുൻകൂർ ജാമ്യം. പക്ഷേ ആ ഒരു പണി നേരെ തിരിച്ച് ഇന്നാണ് പണി തിരിച്ച് കിട്ടിയത്. ആ ഒരു ലിസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആ പ്രതികളുടെ ലിസ്റ്റിലേക്ക് റിബേഷിൻ്റെ പേര് ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഈ CPM-ൻ്റെ DYFIയുടെ പോലെയുള്ള പ്രവർത്തകരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ പകുതിയിലേറെ താഴ്ന്നിരിക്കുകയാണ്. ഇനി ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഇവർ ആ ഒരു സമയത്ത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് ശേഷം ആരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എത്ര പേർക്ക് അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഈ ഒരു പ്രൊപ്പഗണ്ട ഈ പാർലമെൻറ്റിൽ, വടകര പാർലമെൻറ്റിൻ്റെ ആ ഒരു പ്രദേശഭാഗങ്ങളിൽ എങ്ങനെയെല്ലാം പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യാൻ എന്തെല്ലാം ആസൂത്രണം ചെയ്തു, അല്ലെങ്കിൽ എന്തെല്ലാം ഗൂഢാലോചന നടത്തി, ഇതിൻ്റെ എല്ലാം കൂടുതൽ തെളിവുകൾ ഈ 3 പേരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും. അതുപോലെ തന്നെ ഈ റിബേഷ് രാമകൃഷ്ണനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇനി ഇതിലും മേളിൽ 4 ആകും, പ്രതി 5 ആകും, അങ്ങനെ 6 ആകും. അങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ട എത്ര പേരുണ്ടോ ആ ഈ അവസാന ലിസ്റ്റിലേക്ക് ഇങ്ങനെ പേരുകൾ എഴുതി ചേർക്കപ്പെടും. ഒരുപക്ഷെ ആ ഒരു പ്രദേശത്തെ മുഴുവൻ CPM പ്രവർത്തകരെയും ഈ ഒരു ചെറിയ ഒരു അബദ്ധം ചെയ്തതാണെങ്കിൽ പോലും ഈ ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊന്നും അത്ര തള്ളിക്കളയേണ്ടതോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യമല്ല. ഒരു പ്രദേശത്തെ 2 വിഭാഗത്തെ തമ്മിൽ തെറ്റിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ ആ ഒരു കലാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയാക്കുന്ന ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ വർഗീയ നോട്ട് ഈ സമൂഹ മാധ്യമം വഴി ഏറ്റവും ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ്. ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് എത്രത്തോളം പേർക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് ചിലപ്പോൾ അത് കാണുന്നത് 1000, 10,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കും. അപ്പോൾ അത്രയും പേരുടെ ഉള്ളിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വിദ്വേഷം നിറയുകയാണ്. ഒരുപക്ഷെ ഈ ഒരു സമൂഹത്തിന് തോന്നുന്നതായിരിക്കുന്നില്ല ഇപ്പുറത്തെ ഒരു സമൂഹത്തിന്. അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അവിടെ വലിയൊരു മതസ്പർദ്ധ അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടായേക്കാവുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഈ ഒരു DYFI നേതാക്കൾ പടച്ചിറക്കിയത്. അപ്പോൾ അവർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. അവർ ഈ കേസിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. കോഴിക്കോട് വെച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഷാഫി പറമ്പിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു LDF ഈ ഒരു CPM ആയാലും ഇങ്ങനെ ഒരു കളി കളിച്ചിരുന്നത്. പിന്നെ അവരുടെ ഒരു വിശ്വാസമായിരുന്നു LDF 3-മതും വരും, കേസ് എങ്ങും എത്താതെ പോകും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അവർക്ക് മൊത്തത്തിലൊരു തിരിച്ചടിയാണ് ഇപ്പം നടന്നത്. ഇപ്പം റിബേഷിനായാലും ആദ്യം ഇതിൽ പറയുന്നുണ്ട്, ആദ്യം ജിതിൻ ഭാസ്കർ റിബേഷിനാണ് അയച്ചു കൊടുത്തത്, പിന്നീടാണ് ഓരോരുത്തരിലേക്ക് പോയത് എന്ന്. ഷെയർ ചെയ്ത എല്ലാവരും പിടിക്കും. ചിലപ്പോൾ അതൊരു CPM കാരനാവില്ല, സാധാരണ ഒരു ജനമാണെങ്കിലും അത് ഷെയർ ചെയ്ത് എല്ലാവരെയും പിടിക്കപ്പെടുത്തില്ലേ? അപ്പം മൊത്തത്തിൽ ആ ഒരു കോഴിക്കോട്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തവരുടെ നെഞ്ചിലൊരു തീയാണ്. തങ്ങൾ എപ്പോൾ പിടിക്കപ്പെടും, തങ്ങളിലേക്ക് കേസ് എത്തുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ കാണും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആരെല്ലാം ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പഗണ്ട പരത്താൻ വേണ്ടി ആരെല്ലാം ഇവർക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നവർ അവരെല്ലാം പെടും. ഇപ്പോൾ താഴെക്കിടയിലുള്ള ചെറിയ യൂണിറ്റ് അംഗങ്ങൾ മാത്രമല്ല, അങ്ങ് ചിലപ്പോൾ ഈ ഒരു ജില്ലാ കമ്മിറ്റിയിലുള്ളവരായാലും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരായാൽ പോലും അവർക്കെതിരെ നോ കോംപ്രമൈസ് ആണ് ഈ പൊതുജനം പറയേണ്ടത്. കാരണം അത്രയേറെ ഒരു ക്രൈമാണ് ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഈ സൃഷ്ടിച്ചതിലൂടെ ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ എന്തായിരുന്നു ഫലം? 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ LDFന് സമ്പൂർണ്ണ പരാജയമായിരുന്നു. കൂടാതെ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാമാന്യ തോൽവി ഏറ്റുവാങ്ങി. കൂടാതെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന ഓരോ മണ്ഡലങ്ങളിലെയും
ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. തൃക്കാക്കര, പാലക്കാട്, നിലമ്പൂർ, പുതുപ്പള്ളി ഇതുപോലുള്ള നിയോജക മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെല്ലാം ക്യാമ്പയിൻ ചെയ്യാൻ നോക്കിയോ അതിലെല്ലാം അമ്പേ പരാജയപ്പെട്ട അവസ്ഥയിലായിരുന്നു LDF. കൂടാതെ അതിൻ്റെ ആ ഒരു പരാജയത്തിന് സമ്പൂർണ്ണത വരുത്തിയത് നമ്മുടെ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനാണ്. അത് ജനം എത്രത്തോളം CPM അല്ലെങ്കിൽ LDF മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 35 സീറ്റിൽ ഒതുക്കി നിയമസഭയിൽ ഇരുത്തുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഇനി കുറച്ച് പേര് അവിടെ ഇരുന്നാൽ മതി എന്ന രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 വർഷത്തെ ആ ഒരു ഭരണത്തിൻ്റെ ആ ഒരു മികവുമുണ്ട്. ഒരുപക്ഷെ നേതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ആവാം ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ ആ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്. ഇപ്പോൾ ഒരു രാജാവിൻ്റെ കഥയുണ്ടല്ലോ. ഒരു രാജാവിനെ മറ്റു ഭടന്മാരെയോ അല്ലെങ്കിൽ കൂടെയുള്ള മനുഷ്യരെ ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരു കുരങ്ങനെ കാവലിനായി നിർത്തി, കുരങ്ങനിലെല്ലാ പരിശീലനവും നൽകി, കയ്യിലൊരു വാള് കൊടുത്തു. അങ്ങനെ രാജാവ് ഉറങ്ങുന്ന സമയത്ത് കുരങ്ങ കാവൽ നിൽക്കുകയാണ്. ഒരു ഈച്ച വന്ന് രാജാവിൻ്റെ ആ ഒരു ശരീരത്ത് വന്നിരിക്കുന്നു. കയ്യിലുള്ളത് ആകെയുള്ളൊരു വാളാണ്. പക്ഷേ ഈ ഒരു ഈച്ച പറന്ന് അവസാനം കഴുത്ത് വന്നിരിക്കുന്നു ഒരൊറ്റ വെട്ട്. രാജാവിൻ്റെ തലയൂടലും വേറെ വേറെ. പക്ഷേ ആ ഒരു കുരങ്ങനെ ഒരു വിവേകബോധം ഉണ്ടായില്ല. ആ വാള് മാറ്റിയെടുത്ത് വിഷറി വെച്ച് ഓടിച്ചാൽ ആ ഈച്ച പാറിപ്പോകുമെന്നുള്ളൊരു വിവേചന ബുദ്ധി ആ ഒരു കുരങ്ങനുണ്ടായില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ വടകരയിലെ സോക്കോൾഡ് സഹാക്കൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തെ ആശയമായിട്ട് നേരിടാതെ ഒരു വർഗീയതയിലൂടെ, അല്ലെങ്കിൽ രണ്ട് മതത്തെ കുറ്റം പറഞ്ഞ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ഒരു വോട്ട്, അല്ലെങ്കിൽ അത് സഹതാപതരംഗമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വന്നു വീഴുമോ എന്നുള്ള ഒരു സ്ട്രാറ്റജി, അതാണ് അവിടെ ആ വടകരയിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ നടന്നത്. പക്ഷേ ചെയ്തത് ഗുലുമാലായെന്ന് മാത്രമല്ല, അത് പുലിവാല് പോലെ ഈ സഖാക്കളെ തന്നെ പിന്നാലെ തുരത്തുകയാണ്. എത്ര പേർ ഈ ഒരു കേസിൻ്റെ പേരിൽ തൂക്കേണ്ടി വരുമോ എന്ന് ഇവർക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ SFI അല്ലെങ്കിൽ DYFI അങ്ങനെയുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ LDF എന്ന പാർട്ടി പറയുന്നത് മതേതരത്വം, മതം പറഞ്ഞാൽ അടിക്കും അല്ലെങ്കിൽ മതം പറയുന്നവനെ തല്ലും, അല്ലെങ്കിൽ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. മതം പറയുന്നവരെ ഇഷ്ടമല്ല, നമ്മളെല്ലാം നിരപക്ഷരാണ് എന്നുള്ള രീതിയിലാണ് സംസാരം. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നാണ് ഇനിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മതം എങ്ങനെയെങ്കിലും മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ നോക്കിയത് ഈ ഒരു ഭാഗത്തു നിന്നാണെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത്. ഇനിയെങ്കിലും LDF തങ്ങളുടെ മതനിരപക്ഷ ഐഡിയോളജിയൊക്കെ മാറ്റി വെക്കുന്നത് നല്ലത്. ഇപ്പോൾ അവർക്ക് BJP നമ്മളെല്ലാവരും പറയുന്നത് BJP ആണ് ഏറ്റവും കൂടുതൽ മതം പറഞ്ഞ് വോട്ട് വാങ്ങാൻ പോകുന്നതെന്ന്. BJP തുറന്നു പറഞ്ഞാണ് വരുന്നതെങ്കിൽ LDF എന്ന് പറയുന്നത് ആരും അറിയാതെ ഇടയെ കൂടെ മതത്തിനെ കുത്തിക്കയറ്റി മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇതുണ്ടാക്കി എടുത്താണ് ഇവർ വോട്ട് പിടിക്കാൻ നോക്കിയത്. പക്ഷെ BJP ആണെങ്കിലും LDF ആണെങ്കിലും മതം വെച്ച് ഇത് ചെയ്താൽ ജനങ്ങൾ പുറത്താക്കും, അല്ലെ കേരളത്തിൽ അത് നടക്കില്ല എന്ന് തെളിയിച്ചതാണ് ഈ ഒരു സംഭവം തന്നെ. ഈ LDF അല്ലെങ്കിൽ CPM-ലുള്ളവരെല്ലാവരും മതനിരപേക്ഷതയെ മുൻനിർത്തി, അല്ലെങ്കിൽ അതിനെ മുന്നിൽ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം വ്യക്തമായ നിലപാടുകൾ ഉറച്ചു നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ ഒരു അതായത് വർഗീയമായി രണ്ട് സമൂഹത്തെ വേർതിരിപ്പിക്കുന്നതൊന്നും ഇവർ അംഗീകരിക്കില്ല. ഒരു അല്ലെങ്കിൽ ഒരർത്ഥത്തോളം സ്വന്തം കാര്യത്തിൽ വരും വരെ, അല്ലെങ്കിൽ ഈ വർഗീയതയെല്ലാം മറ്റുള്ളവർക്ക് എന്താ പറയുക, വർഗീയത പറയുന്നവരെ ഒരു പരിധി വരെ എല്ലാവർക്കും വെറുപ്പാണ്. കാരണം സ്വന്തം കാര്യം വരുമ്പോൾ അവിടെ വർഗീയതയാണോ അല്ലെങ്കിൽ മതനിരപേക്ഷതയാണോ എന്ന് ചോദിച്ചാൽ അതിൽ ചിലപ്പോൾ രണ്ടാമതൊരു ഓപ്ഷൻ പലരും ഇത് തിരഞ്ഞെടുക്കും. അത് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ എതിർത്താലും അത് അവൻ്റെ ഉള്ളിൽ അത് ഇമ്പോസ്ഡാണ്. സോ ഇനി എന്തായാലും അറിയാനുള്ളത്, ഇനി റിബേഷ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ മൂന്നാമതായി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത എത്ര പേർ എത്രാമത്തെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.